വൈദ്യുതി ചെയർമാനിന്റെ ആഗ്രഹം വന്നു വെച്ചാൽ വയനാട്ടില് വൻതുരിതമായ സേവനത്തിൽ ചെയ്ത ഈ വൈദ്യുതികളിൽ അവർ ഇങ്ങനെ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു രീതിയിലെ കണ്ടെത്താറാണ് എനിക്ക് അതിലേക്ക് പങ്കുചേരാൻ അവരെ രക്ഷിക്കാനുള്ള സേവനത്തിലേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ചെയ്യാറുമായിട്ട് ബന്ധപ്പെട്ടത്. അതിനോട് ചേരാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ജനങ്ങളെ രക്ഷിക്കുന്നത് കാണുമ്പോൾ വളരെ ഇഷ്ടമായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വൈദ്യുതികളിലേക്ക് ചേർന്നു, മുസ്ലിം ലീഗിലേക്ക് ചേർന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിലെ മുഴക്കുന്ന് പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ്. കഴിഞ്ഞ പ്രളയത്തിൽ, അതായത് വയനാടിനെ പിടിച്ചുലച്ച് കേരള മണ്ണിനെ കരയിപ്പിച്ച ഒരു വലിയ ദുരന്തമാണ് നമുക്ക് മുമ്പിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ആ വയനാട്ടിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുക. ഇന്നും മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ഇപ്പോഴും ഭൂമിയിൽ പതിഞ്ഞു കിടക്കുകയാണ്. അവരെ തേടിയിട്ട് ഇന്നും നമ്മുടെ നാട്ടിലെ 17ഓളം പ്രവർത്തകന്മാർ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഇന്നും ആ ദുരന്ത ഭൂമിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ പണിയെടുക്കുന്നത് ഒരുപാട് നമ്മളെ വാട്സാപ്പുകളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വൈറ്റ് ഗാർഡിന്റെ സേവനങ്ങൾ, ആ TJ മോഹൻദാസ് പറഞ്ഞ ആ മഞ്ഞക്കുപ്പായിട്ടുള്ള വൈറ്റ് ഗാർഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ വൈറ്റ് ഗാർഡിലേക്ക് ഞങ്ങളുടെ സേവനങ്ങൾ കണ്ടിട്ട് പ്രിയപ്പെട്ട വിവേക് ഇന്ന് ഞങ്ങൾക്ക് നൽകുന്ന വൈറ്റ് ഗാർഡിന് സേവനങ്ങൾക്ക് നൽകുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അവാർഡ് ദാനം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ അനുമോദിക്കുന്ന ഒരു സദസ്സുണ്ടായിരുന്നു. ആ സദസ്സിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് പ്രിയപ്പെട്ട വിവേക് നമ്മുടെ നാട്ടുകാരനാണ്. ആ വിവേക് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ വൈറ്റ് ഗാർഡ് അംഗമാവാൻ താല്പര്യമുണ്ട് എന്ന് പുഴക്കര ശാഖയിലെ നേതാക്കന്മാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയായി സംസാരിച്ച് അങ്ങനെ വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റനായിട്ട് സംസാരിച്ച് ഇപ്പോഴും നമ്മുടെ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റന് വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നിടത്തുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതപ്രകാരം ഇന്ന് നമ്മളൊരു ഷാൾ അണിയിച്ചിട്ട് നമ്മുടെ വൈറ്റ് ഗാർഡിലേക്ക് അംഗത്തെടുത്തിരിക്കുകയാണ്. വിവേക്, നിനക്ക് എപ്പോഴും സർവശക്തന്റെ തുണയുണ്ടാവട്ടെ. അപ്പോൾ വിവേകിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, വിവേക് കഴിഞ്ഞ നമ്മളെ ഈ മഴക്കാലത്തിന് മുമ്പ് വേനൽക്കാലം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുഴക്കര പോലുള്ള, അതായത് അയ്യപ്പങ്കാവ് മേഖലകളിൽ 2 മാസത്തോളം വെള്ളം സപ്ലൈ ചെയ്തത് വിവേകാണ്. അപ്പോൾ എന്തുകൊണ്ട് വിവേക് വൈറ്റ് ഗാർഡിലേക്ക് സ്വമേധയാ കടന്നു വരാൻ എന്തുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് ഈ വീഡിയോ കാണുന്ന പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിവേകിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വിവേക് എന്തായാലും അത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഈ വൈറ്റ് ഗാർഡിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ, വേനൽക്കാലത്ത് കുടിവെള്ളം കൊടുത്ത് പുഴക്കര ശാഖയിൽ അവരോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് വരാൻ കൂടി. പക്ഷേ വൈറ്റ് ഗാർഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വയനാട്ടിലെ ദുരന്തം ഒരു വല്ലാത്ത വേദനയായി പോയി. ആ വേദനയെല്ലാം കണ്ട് വാട്സപ്പിലിടുന്ന ചാറ്റ്സുകളെല്ലാം കണ്ടവരും മനസ്സിലൊരു വിഷമവും തോന്നിയവരും ആ സേവനത്തിലേക്ക് എനിക്ക് വരാനും ചേരുവാനും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അതിലേക്ക് ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിൽ വൈറ്റ് ഗാർഡിലേക്ക് എനിക്ക് ചേരുവാനും വളരെ ഇഷ്ടമാണ്, സന്തോഷമാണ്. ഇനി സേവനങ്ങൾക്ക് മുന്നോട്ട് നിൽക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ആ TJ മോഹൻദാസിനോട് ആണിയിട്ട് പറയുന്നു, മഞ്ഞക്കുപ്പായിട്ട ആ വൈറ്റ് ഗാർഡ് ഉണ്ടല്ലോ, അവരുടെ മനസ്സിലുള്ള ആ വൈറ്റാണ്, അവരുടെ ആ മനസ്സിലെ കളങ്കമില്ലാത്ത ആ വൈറ്റ് കളറാണ് വിവേകിനെ പോലുള്ള ആളുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ്, വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് 5 നേരവും നിങ്ങൾ അമ്പലങ്ങളിലായാലും, നിങ്ങളെ ക്രിസ്ത്യൻ ചർച്ചുകളിലായാലും, നിങ്ങളെ മുസ്ലിം പള്ളികളായാലും, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകന്മാർക്ക് അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അവരുടെ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സന്തോഷ വേളയിൽ, ഈ സങ്കടവേളയിലെ ഈ ചെറിയൊരു സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു. ഒരുപാട് നന്ദി വിവേക്. ഓക്കെ.